Why video editing is important? What storytelling matters in video editing? Steps for storytelling in video editing. Tips for effective storytelling in video editing. ഇത്രയും ടോപ്പിക്സിലാണ് നമ്മൾ ആദ്യം കവർ ചെയ്യാൻ പോകുന്നത്. സോ വൈ സ്റ്റോറി ടെല്ലിംഗ് മാറ്റേഴ്സ് ഇൻ വീഡിയോ എഡിറ്റിംഗ്? സ്റ്റോറി ടെല്ലിങ്ങിൻ്റെ പ്രസക്തി എന്താണ്? ഒരു നല്ല സ്റ്റോറി ടെല്ലർ ആണെന്നുണ്ടെങ്കിൽ, വീഡിയോ എഡിറ്റിങ്ങിൽ ഒരു നല്ല കഥ പറച്ചിലുകാരനാണെന്നുണ്ടെങ്കിൽ, കാണുന്ന പ്രേക്ഷകനെ തുടക്കം മുതൽ അവസാനം വരെ പിടിച്ചെടുക്കാൻ സഹായിക്കും. അതിൽ ഇമോഷണലി കണക്ട് ചെയ്യാൻ സഹായിക്കും. നമ്മൾ സാധാരണ രീതിയിൽ ഒരു കാര്യം കാണുന്ന സമയത്ത് കാണുന്നതും കേൾക്കുന്നതുമായിട്ടുള്ള ഇൻഫർമേഷൻ അപ്പുറത്തേക്ക് അതൊരു കഥ പോലെ പറഞ്ഞു കഴിഞ്ഞാൽ പ്രേക്ഷകന് ഇമോഷണലി കണക്റ്റ് ആവുകയും അത് ത്രൂ ഔട്ട് കണ്ടിരിക്കാൻ സഹായിക്കുകയും ചെയ്തു. ഒഴിവു സമയങ്ങളിൽ യൂട്യൂബിൽ ടൈം സ്പെൻഡ് ചെയ്യുന്നവരാണ് നമ്മളിൽ പലരും. നമുക്കിഷ്ടമുള്ള പല കാറ്റഗറീസിലുള്ള വീഡിയോസും യൂട്യൂബിൽ ലഭ്യമാണ്. ഇത്തരം സന്ദർഭങ്ങളിൽ എഡിറ്റിങ്ങിനെ കുറിച്ച് നമ്മൾ എല്ലാവരും ചിന്തിച്ചിട്ടുണ്ടാകും. കൂടാതെ എഡിറ്റിംഗ് പഠിക്കാനുള്ള ആഗ്രഹവും പ്രകടിപ്പിച്ചിട്ടുണ്ടാവും. എന്നാൽ ഭീമമായ ഫീസ് നമുക്ക് വിലങ്ങുതടിയായി നിന്നിട്ടുണ്ടാവും. അതുപോലെ തന്നെ ചില തംബ്നെയിൽ ടൈറ്റിലുകൾ നമ്മളെ വല്ലാതെ ആകർഷിച്ചിട്ടുണ്ടാവും. വീഡിയോ എഡിറ്റിംഗും തംബ്നെയിൽ ടൈറ്റിലും ഇനി വീട്ടിലിരുന്ന് നിങ്ങൾക്ക് ഈസിയായി പഠിക്കാം. എങ്ങനെയാണെന്നല്ലേ? ഞങ്ങളുടെ മെന്റർ യദു കൃഷ്ണൻ നിങ്ങളെ സഹായിക്കും. വിവിധ സോഫ്റ്റ്വെയറുകളും എഡിറ്റിംഗ് ടെക്നോളജിയും ഉപയോഗിച്ച് ഫ്രീഡം ആപ്പിലൂടെ ഇനി വീഡിയോ എഡിറ്റിംഗും തംബ്നെയിൽ ഡിസൈനിങ്ങും എളുപ്പമായി പഠിക്കാം. എൻ്റെ പേര് യദു കൃഷ്ണൻ. ഞാൻ കഴിഞ്ഞ 4 വർഷമായി എലമെന്റ്സ് ഓഫ് സിനിമ കൊച്ചിൻ ബേസ്ഡ് ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ അധ്യാപകനായി ജോലി ചെയ്യുന്നു. എഡിറ്റിംഗ് അധ്യാപകന് പുറമെ വീഡിയോ എഡിറ്ററായും ഫ്രീലാൻസ് എഡിറ്ററായും വർക്ക് എക്സ്പീരിയൻസ് ഉണ്ട്. KR നാരായണൻ നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് വിഷ്വൽ സയൻസ് ആൻഡ് ആർട്സ് എന്ന പ്രീമിയർ ഫിലിം ഇൻസ്റ്റിറ്റ്യൂട്ടിൽ നിന്ന് ഫിലിം എഡിറ്റിംഗിൽ ഡിപ്ലോമ പൂർത്തിയാക്കിയതാണ്. കഴിഞ്ഞ 6 വർഷമായി വീഡിയോ എഡിറ്ററായും ഫിലിം എഡിറ്ററായും വർക്ക് ചെയ്യുന്നു. ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് ഡിസ്കസ് ചെയ്യാം. നമുക്ക് മൊബൈൽ ബേസ്ഡ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, ഡെസ്ക്ടോപ്പ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്, വെബ് ബേസ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ അത്തരം ഡിഫറെൻറ്റ് പ്ലാറ്റ്ഫോംസിൽ യൂസ് ചെയ്യുന്ന വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ കുറിച്ച് സംസാരിക്കാം. അതുപോലെ വീഡിയോ എഡിറ്റിംഗ് ടേംസിനെ കുറിച്ച് സംസാരിക്കാം. ജനറലി എന്തൊക്കെ ടേംസ് ആണ് നമുക്ക് എഡിറ്റിങ്ങിൽ പറയുന്ന കാര്യങ്ങൾ, അത് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞിട്ട് പോവാം. സോ ആദ്യം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ്. സോ നമുക്ക് ഇന്ന് മാർക്കറ്റിൽ ഒരുപാട് സോഫ്റ്റ്വെയർസ് ഉണ്ട്. നമുക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസ് ഉണ്ട്, പെയ്ഡ് സോഫ്റ്റ്വെയർസ് ഉണ്ട്. അപ്പോൾ നമുക്ക് ഫ്രീ ആയിട്ടുള്ള സോഫ്റ്റ്വെയർസിന് ആദ്യം പരിചയപ്പെടുത്താം. അത് ഏതൊക്കെ പ്ലാറ്റ്ഫോമിൽ വരുന്നുണ്ടെന്ന് പരിചയപ്പെടുത്താം. സോ ആദ്യമായിട്ട് നിങ്ങളിപ്പോൾ ഒരു ഐഫോൺ യൂസർ ആണെങ്കിൽ ആദ്യമായിട്ട് പരിചയപ്പെടുത്താൻ പോകുന്നത് iMovie എന്ന് പറഞ്ഞ സോഫ്റ്റ്വെയർ ആണ്. ആപ്പിൾ ലോഞ്ച് ചെയ്തിട്ടുള്ള ആപ്പിളിൻ്റെ എല്ലാ പ്രൊഡക്ട്സിലും ഫ്രീ ആയിട്ട് അവർ കൊടുക്കുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് iMovie എന്ന് പറയുന്നത്. വളരെ ബേസിക് ആയിട്ടുള്ള എഡിറ്റിങ്ങിന് ധാരാളം യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് iMovie എന്ന് പറയുന്നത്. അതിൽ ഒരു പരിധിക്കപ്പുറം നമുക്ക് ഇന്നത്തെ മറ്റ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിൽ കാണുന്ന പോലെ ടൂൾസ് ഒന്നും കാണില്ല. ബേസിക് എഡിറ്റിംഗ്, അതുപോലെ ബേസിക് ഫെയ്ഡ് ഇൻ ഫെയ്ഡ് ഔട്ട്, അതുപോലെ എന്താ പറയുക സൗണ്ട് എഡിറ്റിംഗ് എന്ന് ടൈറ്റിൽ മേക്കിംഗ്, അങ്ങനത്തല്ലാതെ നമുക്ക് ഒരുപാടൊന്നും അഡ്വാൻസ്ഡ് ഒന്നുമല്ല iMovie എന്ന് പറയുന്നത്. iMovie ഈസ് ബേസിക്കലി എന്താണ് ഒരു മൊബൈൽ ബേസ്ഡ് അല്ലെങ്കിൽ ഒരു ഐപാഡ് ബേസ്ഡ് സാധാരണ എഡിറ്റ് ചെയ്യാൻ അല്ലെങ്കിൽ ജസ്റ്റ് ക്ലിപ്സിന് ജസ്റ്റ് ഒന്ന് അറേഞ്ച് ചെയ്യാൻ പറ്റുന്ന തരത്തിൽ യൂസ് ചെയ്യാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് iMovie എന്ന് പറയുന്നത്. ബിക്കോസ് ആപ്പിളിന് ഈ പറഞ്ഞ പോലെ ഫൈനൽ കട്ട് എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഓൾറെഡി ഉണ്ട് അഡ്വാൻസ്ഡ് എഡിറ്റിങ്ങിന് വേണ്ടിയിട്ട്. സോ ദേ മെയ്ഡ് എന്താ പറയുക ഒരു മൊബൈൽ ബേസ്ഡ് ആയിട്ട് നമ്മളൊരു iMovie അവർ ഈ പറയുന്ന പോലെ ഇറക്കിയിട്ടുണ്ട്. വിവിധ സോഫ്റ്റ്വെയറുകളും എഡിറ്റിംഗ് ടെക്നോളജിയിലെ ചില ഭാഗങ്ങളിലൂടെയാണ് നമ്മളിപ്പോൾ കടന്നു പോകുന്നത്. ഈ കോഴ്സിന്റെ A to Z കാര്യങ്ങൾ വളരെ വ്യക്തമായി നമുക്ക് ഫ്രീഡം ആപ്പിലൂടെ പഠിക്കാൻ സാധിക്കും. നമുക്ക് ബാക്കി ഭാഗങ്ങളിലേക്ക് കടക്കാം. പിന്നെ നമ്മൾ ജനറലി ബോത്ത് ആൻഡ്രോയിഡ് അതുപോലെ macOSലും iPadOSലും ആൻഡ്രോയിഡിലും വിൻഡോസിലും ഒരേപോലെ സപ്പോർട്ട് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് CapCut എന്ന് പറയുന്നത്. അത് ഇന്ന് ജനറലി എല്ലാവരും യൂസ് ചെയ്യുന്ന ഒരു വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു സോഫ്റ്റ്വെയറാണ് CapCut എന്ന് പറയുന്നത്. ജനറലി ഇതിൽ എഡിറ്റിംഗ് വളരെ ഈസിയാണ്. അതുപോലെ കുറച്ച് ഈ പറഞ്ഞ പോലെ പരിമിതികളുണ്ടെങ്കിൽ പോലും ഒരു സാധാരണ അയാൾക്ക് ഒരു കണ്ടന്റ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്ന രീതിയിൽ അതിൽ എഡിറ്റിംഗ് ആണെങ്കിൽ പോലും അതിൽ ബേസിക് ഗ്രാഫിക്സും ടെക്സ്റ്റും ഡിസൈനിങ്ങും അതുപോലെ എല്ലാം ചെയ്യാൻ പറ്റുന്ന ഒരു ആപ്ലിക്കേഷനാണ് CapCut എന്ന് പറയുന്നത്. ദെൻ ദർ ഈസ് ക്യാൻവ നമ്മൾ നേരത്തെ ഡിസ്കസ് ചെയ്ത പോലെ തംബ്നെയിൽ ക്രിയേഷന് മാത്രമല്ല വീഡിയോ എഡിറ്റിങ്ങിനും അതൊരു വെബ് ബേസ്ഡ് ടൂളായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നുണ്ട് ക്യാൻവ എന്ന് പറയുന്നത്. ക്യാൻവയ്ക്ക് അതിൻ്റെ വീഡിയോ എഡിറ്റിങ്ങിന് മാത്രമായിട്ടുള്ള ഒരു ടാബ് ഉണ്ട്, ഒരു പാനലുണ്ട്. സോ നമുക്ക് ബേസിക് ഓൺലൈൻ നമുക്ക് ഈ പറഞ്ഞ പോലെ ആപ്ലിക്കേഷനൊന്നും ഡൗൺലോഡ് ചെയ്യാതെ തന്നെ ഓൺലൈനായിട്ട് ഇമ്പോർട്ട് ചെയ്തുകൊണ്ട് അല്ലെങ്കിൽ അപ്ലോഡ് ചെയ്തുകൊണ്ട് ഈ പറഞ്ഞ വീഡിയോസിനെ കൃത്യമായിട്ട് പ്ലേസ് ചെയ്ത് എഡിറ്റ് ചെയ്യാനും അല്ലെങ്കിൽ ഫർദറായിട്ട് കുറച്ച് അഡ്വാൻസ് ടൂൾസും തരുന്ന ഒരു സോഫ്റ്റ്വെയർ പാക്കേജാണ് ക്യാൻവ എന്ന് പറയുന്നത്. ദെൻ VN എഡിറ്റർ ഉണ്ട്. VN ഈ പറയുന്നത് പോലെ CapCut പോലെ തന്നെ വളരെ പോപ്പുലർ ആയിട്ടുള്ള ഒരു മൊബൈൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ് VN എഡിറ്റർ എന്ന് പറയുന്നത്. നമുക്കിപ്പോൾ ഈ പറഞ്ഞ സോഫ്റ്റ്വെയറിൻ്റെ എല്ലാം ലോഗോ നമുക്ക് ഇവിടെ സ്ക്രീനിൽ കാണാവുന്നതാണ്.
നിങ്ങൾക്ക് ഈ ലോഗോ ഓർത്ത് വെച്ച് നിങ്ങൾക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട സോഫ്റ്റ്വെയർ ഏതാണ്, അല്ലെങ്കിൽ നിങ്ങൾക്ക് യൂസർ ഫ്രണ്ട്ലി ആയിട്ടുള്ള ഏതാണെന്ന് നിങ്ങൾ ചൂസ് ചെയ്തിട്ട് നിങ്ങൾക്ക് ഡൗൺലോഡ് ചെയ്ത് യൂസ് ചെയ്യാവുന്നതാണ്. സോ VN എഡിറ്റർ എന്ന് പറയുന്നത് CapCut പോലെ തന്നെ മാക് OSലും വിൻഡോസിലും iOSലും ആൻഡ്രോയിഡിലും ഒക്കെ തന്നെ അവൈലബിൾ ആയിട്ടുള്ള ഒരു മൊബൈൽ ബേസ്ഡ് സോഫ്റ്റ്വെയർ ആണ്. സോ VNൽ CapCut പോലെ തന്നെ എല്ലാ ഫീച്ചേഴ്സും ഇല്ല, എന്നാൽ പോലും ഈ പറയുന്ന പോലെ അത്യാവശ്യം ഒരു യൂട്യൂബ് കണ്ടന്റ് ക്രിയേഷൻ ആവശ്യമായിട്ടുള്ള എല്ലാ ടൂൾസും അതിനകത്ത് അടങ്ങിയിരിക്കുന്നുണ്ട്. ദെൻ നമ്മൾ കടക്കാൻ പോകുന്നത് കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർസിലേക്കാണ്. കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുമ്പോൾ ഫൈനൽ കട്ട് പ്രോ X ഉണ്ട്, പ്രീമിയർ പ്രോ ഉണ്ട്, ഷോർട്ട് കട്ട് ഉണ്ട്, ഡാവിഞ്ചി റിസോൾവ് ഉണ്ട്. സോ ഈ 4 സോഫ്റ്റ്വെയറാണ് ഏറ്റവും പോപ്പുലർ ആയിട്ട് ആൾക്കാർ യൂസ് ചെയ്യുന്ന കമ്പ്യൂട്ടർ ബേസ്ഡ് സോഫ്റ്റ്വെയർ എന്ന് പറയുന്നത്. സോ ഫൈനൽ കട്ട് പ്രോ നിങ്ങൾക്ക് അറിയാവുന്ന പോലെ തന്നെ അല്ലെങ്കിൽ ആപ്പിളിൻ്റെ ഒരു പ്രൊഡക്റ്റാണ് ഫൈനൽ കട്ട് പ്രോ എന്ന് പറയുന്നത്. അത് ഈ പറയുന്ന പോലെ ഒരു സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലൊന്നുമല്ല, ഒരു സിംഗിൾ ടൈം പർച്ചേസ് ചെയ്താൽ നിങ്ങൾക്ക് ലൈഫ് ടൈം യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറാണ് FCP10 എന്ന് പറയുന്നത്, ഫൈനൽ കട്ട് പ്രോ X എന്ന് പറയുന്നത്. അതിൻ്റെ ഒരു ചെറിയ ഹിസ്റ്ററി പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഇൻട്രസ്റ്റിംഗ് ആണ്. ബിക്കോസ് കുറച്ച് കാലം മുൻപ് വരെ ഒരു 10 വർഷം, ഒരു 2010-ൻ്റെ ആ ഒരു അവസാനം, 2010-ൻ്റെ ആ തുടക്കം വരെ ഈ പറയുന്ന വീഡിയോ എഡിറ്റിംഗ് എന്നൊക്കെ പറഞ്ഞാൽ വളരെ കോംപ്ലക്സ് ആയിട്ടുള്ള അല്ലെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് സോഫ്റ്റ്വെയറുകളും ലെയറുകളും അല്ലെങ്കിൽ മനസ്സിലാക്കേണ്ടിയിരിക്കുന്ന അല്ലെങ്കിൽ ഒരുപാട് പഠിക്കാനുള്ള അല്ലെങ്കിൽ ഒരുപാട് എഫേർട്ട് ആവശ്യമായിട്ടുള്ള ഒരു വീഡിയോ എഡിറ്റിംഗ് മെത്തേഡായിരുന്നു അന്നത്തെ കാലത്ത്. ടൈം ലൈൻ ബേസ്ഡ്, അതുപോലെ വീഡിയോ ലെയർ, ഓഡിയോ ലെയർ, വീഡിയോ ട്രാക്ക്, ഓഡിയോ ട്രാക്ക് എന്ന് പറയുന്നത് പോലെ കുറച്ച് കോംപ്ലക്സ് ആയിട്ട് നമ്മൾ ഇന്ന് മൊബൈലിൽ ചെയ്യുന്നത് പോലെ അത്ര എളുപ്പമല്ലാത്തൊരു കാലഘട്ടം ഉണ്ടായിരുന്നു ഈ വീഡിയോ എഡിറ്റിങ്ങിന്. സോ അമേരിക്കയിൽ ഈ പറയുന്നത് പോലെ സ്കൂളുകളിലൊക്കെ വീഡിയോ പ്രസൻറ്റേഷനുകൾ ഈ പറയുന്നത് പോലെ എപ്പോഴും സ്കൂളുകളിൽ പോപ്പുലറായ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ അവർ പലപ്പോഴും സ്കൂളുകളിലെ ടീച്ചേഴ്സ് ആണെങ്കിലും സ്റ്റുഡൻസ് ആണെങ്കിലും അവർക്കൊരു വീഡിയോ പ്രസൻറ്റേഷനൊക്കെ ചെയ്യണമെന്നുണ്ടെങ്കിൽ അവർ ഹെവിലി ഡിപ്പെൻഡ് അപ്പോൺ ഈ വീഡിയോ എഡിറ്റേഴ്സിനെ ഹയർ ചെയ്യേണ്ടി വന്നൊരു സമയം ഉണ്ടായിരുന്നു. സോ അപ്പോഴാണ് ഈ പറയുന്ന പോലെ അന്നത്തെ ഈ പറഞ്ഞ കോംപ്ലക്സ് ടൈം ലൈൻ സ്ട്രക്ചറിൽ നിന്ന് ഡിഫറെൻ്റ് ആയിട്ട് എന്തുകൊണ്ട് നമുക്കൊന്ന് എല്ലാവർക്കും ഏതൊരു കുട്ടിക്കും ജസ്റ്റ് നോക്കിയാൽ മനസ്സിലാവുന്ന രീതിയിൽ ചെയ്യാൻ പറ്റുന്ന രീതിയിൽ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഡെവലപ്പ് ചെയ്തുകൂടാ എന്നുള്ളൊരു തോട്ടിൽ ഈ FCP-Xന് വേറൊരു വേർഷൻ ഉണ്ടായിരുന്നു, FCP7, അല്ലെങ്കിൽ ഇപ്പോൾ സാധാ കോംപ്ലക്സ് സ്ട്രക്ചർ പോലെ തന്നെ FCP7, 6, 5 എന്നൊക്കെ പറയുന്ന ആപ്പിളിൻ്റെ തന്നെ ഫൈനൽ കട്ട് എന്ന് പറഞ്ഞൊരു സോഫ്റ്റ്വെയർ ഡെവലപ്പ് ചെയ്ത കമ്പനി ഉണ്ടായിരുന്നു. അപ്പോൾ അവരെന്ത് ചെയ്തു, അവർ ഈ പറയുന്ന സോഫ്റ്റ്വെയറിനെ കംപ്ലീറ്റ് റീഡിസൈൻ ചെയ്തിട്ട് ആർക്കും യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയറിനെ ഈ സോഫ്റ്റ്വെയർ ആയിട്ട് ഇതിനെ മാറ്റി. സോ അവിടെ നിങ്ങോട്ടാണ് നമ്മളിപ്പോൾ ഇന്ന് ഈ കാണുന്ന പോലെ നമ്മളെ മൊബൈൽ ബേസ്ഡ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിന് അതിൻ്റെ യൂസർ ഇൻ്റർഫേസിൻ്റെ തുടക്കം അവിടെ നിന്നാണ്. അപ്പോൾ ആദ്യമൊക്കെ ഈ എഡിറ്റേഴ്സിന് പലപ്പോഴും ഇത് ഭയങ്കര ബുദ്ധിമുട്ടാണെങ്കിൽ പോലും ഇതിലൊരു വളരെ ലൂസ്ഡ് സ്ട്രക്ചർ ആയിട്ടുള്ള ഒരു ടൈം ലൈൻ കൺസെപ്റ്റ് ആയിരുന്നു ഈ പറയുന്ന ഫൈനൽ കട്ട് പ്രോ Xൽ വന്നിട്ടുള്ളത്. അപ്പോൾ ആദ്യമൊക്കെ പല പ്രൊഫഷണൽ എഡിറ്റേഴ്സിനും വളരെ ബുദ്ധിമുട്ടായിട്ട് തോന്നിയൊരു മെത്തഡായിരുന്നു ഈ FCP10 എഡിറ്റ് ചെയ്യുക എന്ന് പറയുന്നത്. പിന്നീട് ഇത് വളരെ യൂസർ ഫ്രണ്ട്ലി ആവുകയും എന്നാൽ വളരെ ഈ പറഞ്ഞ പോലെ യൂട്യൂബ് കണ്ടന്റ്, അതുപോലെ ഡോക്യുമെൻ്ററീസ്, വളരെ വേഗമേറിയ എഡിറ്റിംഗ് ആവശ്യമായിട്ടുള്ള പല പ്രോഗ്രാംസിനും ഈ FCP10 വളരെ വൈഡായിട്ട് യൂസ് ചെയ്ത് തുടങ്ങി. പിന്നീട് വന്നുകൊണ്ടിരുന്ന പല ആപ്ലിക്കേഷൻസിൻ്റെയും ഒരു ബേസ് ഡിസൈൻ എന്ന് പറയുന്നത് ഫൈനൽ പ്രോ Xൻ്റെ ഡിസൈനാണ്. ഇപ്പോൾ നമ്മളിന്ന് യൂസ് ചെയ്യുന്ന പല മൊബൈൽ ബേസ്ഡ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷനും സാധ്യമായത് FCP10ൻ്റെ അന്നത്തെ ഒരു ബ്രില്യൻ തോട്ട് കൊണ്ടാണ്. പിന്നെ നമ്മൾ വളരെ പോപ്പുലറായിട്ട് എല്ലാവർക്കും അറിയാവുന്ന ഒരു സോഫ്റ്റ്വെയറാണ് പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. ബോത്ത് വിൻഡോസ്, മാക്കിലും അതുപോലെ ലിനക്സിലും നമുക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു പ്രോഗ്രാമാണ് അഡോബി പ്രീമിയർ പ്രോ എന്ന് പറയുന്നത്. അഡോബിന് നിങ്ങൾക്ക് എല്ലാം അറിയുന്ന പോലെ അഡോബ് ഹാസ് ലോട്ട് ഓഫ് പോസ്റ്റ് പ്രൊഡക്ഷൻ സോഫ്റ്റ്വെയർസ്. അവർക്ക് പ്രീമിയർ എന്നല്ല, ഫോട്ടോഷോപ്പ്, അതുപോലെ ആഫ്റ്റർ എഫക്ട്സ് അതുപോലെ ഒരു പോസ്റ്റ് പ്രൊഡക്ഷൻ ആവശ്യമായിട്ടുള്ള ഒരുപാട് സോഫ്റ്റ്വെയർസ് ഡെവലപ്പ് ചെയ്യുന്ന ഒരു കമ്പനിയാണ് അഡോബി എന്ന് പറയുന്നത്. സോ അഡോബിക്ക് പ്രീമിയർ പ്രോ എന്ന് പറയുന്ന ഒരു എക്സ്ക്ലൂസീവ് വീഡിയോ എഡിറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. വളരെ പ്രൊഫഷണലായിട്ട് ആൾക്കാർ ഇന്നും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷനാണ് പ്രീമിയർ പ്രോ. പക്ഷേ അതിൻ്റെ സബ്സ്ക്രിപ്ഷൻ ബേസ്ഡ് മോഡലാണ് അതിന് വരുന്നത്. ഒരു മന്ത്ലി അല്ലെങ്കിൽ ഇയർലി ബേസ്ഡ്, കമ്പാരിറ്റീവ്ലി ഇച്ചിരി എന്താ പറയുക, നമുക്ക് കോസ്റ്റ് അഫോർഡബിൾ അല്ല, അല്ലെങ്കിൽ അഫോർഡബിൾ ആണ്, പക്ഷേ ഈ പറയുന്ന പോലെ ബാക്കി സോഫ്റ്റ്വെയർസിനെ അപേക്ഷിച്ച് നോക്കുന്ന സമയത്ത് കുറച്ചുകൂടി ചിലവാകുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ മോഡലാണ് അഡോബി പ്രീമിയർ പ്രോ യൂസ് ചെയ്തിട്ടുള്ളത്. പക്ഷേ അതിന് നമുക്ക് ഇന്നത്തെ ടെക്നോളജി വെച്ച് നോക്കുമ്പോൾ നമുക്ക് എല്ലാ കാലത്തും അഡോബി ക്രാക്ക്ഡ് യൂസ് ചെയ്യാൻ പറ്റും. നമുക്ക് ക്രാക്ക് മാർക്കറ്റിൽ അവൈലബിൾ ആണ്. ബട്ട് നമ്മൾ ക്രാക്ക് പ്രൊമോട്ട് ചെയ്യുന്നില്ല എന്നാൽ പോലും ഈ പറയുന്ന പോലെ ക്രാക്ക് വേർഷൻസ് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. പിന്നീട് നമുക്ക് വരുന്നൊരു ആപ്ലിക്കേഷനാണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്.
ഷോർട്ട് കട്ട് കംപ്ലീറ്റ്ലി ഒരു ഓപ്പൺ സോഴ്സ്ഡ് സോഫ്റ്റ്വെയർ ആണ്. ഈ ഷോർട്ട് കട്ട് നമുക്ക് ഫ്രീ ആയിട്ട് ലിനക്സിലും മാക്കിലും വിൻഡോസിലും ഒക്കെ യൂസ് ചെയ്യാവുന്ന കംപ്ലീറ്റ് ഫ്രീ സോഫ്റ്റ്വെയർ ആണ്. അതിന് ഒരു ലിമിറ്റേഷനും ഇല്ല. അതിൻ്റെ കംപ്ലീറ്റ് ഫുൾ വെർഷൻ എന്ന് പറയുന്നത് നമുക്ക് ഫ്രീ ആയിട്ട് നമുക്ക് യൂസ് ചെയ്യാവുന്നതാണ്. എന്നാൽ ഈ പ്രീമിയർ പ്രോ, FCP, ഡാവിഞ്ചി പോലത്തെ സോഫ്റ്റ്വെയർ ടൂൾസൊന്നും നമുക്ക് അത്രയും അഡ്വാൻസ്ഡ് ആയിട്ട് നമുക്ക് കിട്ടില്ലെങ്കിൽ പോലും ഒരു 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 യൂട്യൂബ് കണ്ടൻ്റൊക്കെ ക്ലീൻ ആയിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാൻ പറ്റുന്ന പാകത്തിനുള്ള ഒരു ടൂൾസും ഒക്കെ പ്രൊവൈഡ് ചെയ്യുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ഷോർട്ട് കട്ട് കമ്പാരിറ്റീവ്ലി പോപ്പുലർ അല്ലെങ്കിൽ പോലും പലരും ഇന്ന് ഫ്രീ ആയിട്ട് റിലൈസ് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഷോർട്ട് കട്ട് എന്ന് പറയുന്നത്. ദെൻ ദർ ഇസ് ഡാവിഞ്ചി റിസോൾവ് ഇപ്പോൾ വളരെ അടുത്ത കാലത്ത് ലോഞ്ച് ചെയ്തൊരു സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നത്. ഡാവിഞ്ചി റിസോൾവ് ഒരു റെവല്യൂഷൻ തന്നെയായിരുന്നു. കാരണം മറ്റ് എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസിനെ അപേക്ഷിച്ച് അതൊരു സ്റ്റാൻഡ് അലോൺ വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറോ അല്ലെങ്കിൽ സ്റ്റാൻഡ് അലോൺ ആയിട്ടുള്ള സോഫ്റ്റ്വെയർ അല്ല. ബേസിക്കലി അതിലെല്ലാം ചെയ്യാൻ പറ്റുന്ന തരത്തിൽ കളറിംഗ് ആണെങ്കിലും സൗണ്ട് ആണെങ്കിലും VFX ആണെങ്കിലും അത്യാവശ്യം അതർ കോമ്പറ്റേറ്റീവ് ഈ പറയുന്ന പോലെ സൗണ്ട് എഡിറ്റിംഗ് VFX സോഫ്റ്റ്വെയർ പ്രൊവൈഡ് ചെയ്യുന്ന എല്ലാ ഫങ്ഷൻസും പ്രൊഫഷണലി നമുക്ക് പ്രൊഫഷണൽ ഗ്രേഡോട് ചെയ്യാൻ പറ്റുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ് ഡാവിഞ്ചി റിസോൾവ് എന്ന് പറയുന്നത്. പക്ഷേ ദർ ഇസ് എ ക്യാച്ച് ദാറ്റ് ഡാവിഞ്ചി റിസോൾവിൻ്റെ ഒട്ടുമിക്ക ഫീച്ചേഴ്സും ഫ്രീ ആണ്. നമുക്ക് ചെയ്യാൻ പറ്റുന്ന എല്ലാ ഫീച്ചേഴ്സും അതിൽ ഫ്രീ ആണ്. പക്ഷേ കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വരുന്ന ഒരു കുറച്ച് ടൂൾസിനെ നമുക്ക് ആശ്രയിക്കണമെന്നുണ്ടെങ്കിൽ ഡാവിഞ്ചിയുടെ ഒരു സ്റ്റുഡിയോ വെർഷൻ നമുക്ക് അവൈലബിൾ ആണ്, വിച്ച് കോസ്റ്റ് അറൗണ്ട് 29,000 rupees സംതിങ്. അതും ഈ പറഞ്ഞ ലൈഫ് ടൈം പർച്ചേസ് ആണ്. ഒരു ഒറ്റ പർച്ചേസിൽ നമുക്ക് ലൈഫ് ടൈം ആയിട്ട് നമുക്ക് കിട്ടുന്നതാണ്. സോ ഇതൊക്കെയാണ് നമ്മളുടെ ലീഡിങ് വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. പിന്നെ ഈ പറയുന്ന പോലെ ഫിലിം എഡിറ്റിംഗ് അല്ലെങ്കിൽ കുറച്ചുകൂടി അഡ്വാൻസ്ഡ് ആയിട്ട് ഫിലിം എഡിറ്റിംഗ് മാത്രം നമ്മൾ ഫോക്കസ് ചെയ്യുകയാണെങ്കിൽ ദെൻ ദർ ഇസ് എ സോഫ്റ്റ്വെയർ കോൾഡ് അവിഡ് മീഡിയ കമ്പോസർ. അവിഡ് എന്ന് പറഞ്ഞൊരു ഡെവലപ്മെൻറ്റ് സോഫ്റ്റ്വെയർ ഡെവലപ്പറിൻ്റെ ഒരു പ്രീമിയം വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർ ആണ് അവിഡ് മീഡിയ കമ്പോസർ എന്ന് പറയുന്നത്. നമ്മളതിൽ ലിസ്റ്റ് ചെയ്തിട്ടുള്ള ഇതുവരെ ഇതിൽ. പക്ഷേ അത് കുറച്ച് അഡ്വാൻസ്ഡ് ആയിട്ട് വളരെ സീരിയസ് ആയിട്ട് എഡിറ്റിങ്ങിനെ കാണുന്നവർക്ക് ആലോചിക്കാൻ പറ്റുന്ന സോഫ്റ്റ്വെയർ ആണ് അവിഡ് എന്ന് പറയുന്നത്. സോ ഇതൊക്കെയാണ് നമുക്ക് ഒരു ബിഗിനർ ലെവലിൽ യൂട്യൂബ് കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അല്ലെങ്കിൽ ഒരു സാധാരണ കണ്ടന്റ് ക്രിയേറ്റേഴ്സിന് അവൈലബിൾ ആയിട്ടുള്ള വീഡിയോ എഡിറ്റിംഗ് സോഫ്റ്റ്വെയർസ് എന്ന് പറയുന്നത്. വീഡിയോ എഡിറ്റിംഗും തംബ്നെയിൽ ഡിസൈനിങ് ചെയ്യുന്നതിനുള്ള വിവിധ സോഫ്റ്റ്വെയറുകൾ നമ്മളിപ്പോൾ പഠിച്ചു കഴിഞ്ഞു. എന്നാൽ ഇനിയും ധാരാളം നമുക്ക് പഠിക്കാനുണ്ട്. വീഡിയോ എഡിറ്റിംഗും തംബ്നെയിൽ ഡിസൈനിങ്ങും മുഴുവനായി പഠിക്കാൻ ഇപ്പോൾ തന്നെ ഫ്രീഡം ആപ്പ് ഡൗൺലോഡ് ചെയ്യൂ.